എന്തൊക്കെ ബഹളമായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. അങ്ങനെ പവനായി ശവമായി. എനിക്കപ്പോഴേ തോന്നി ടമാർ പടാർ എല്ലാം കത്തിച്ചാമ്പലാവൂന്ന്. സർ, സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? അത് ഞാൻ എന്നോട് പറഞ്ഞില്ലേ? ഒന്ന് വ്യക്തമാക്കി തരൂ. അതായത് നമ്മൾ ഇതൊരു മൾട്ടി സ്റ്റാർ പടമായിട്ട് ലേബലി വരുമ്പം ജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. അത് വേണമല്ലോ. പിന്നെ തീർച്ചയായിട്ടും വേണമല്ലോ. വേണം, നിർബന്ധമായിട്ടും വേണമല്ലോ. സംശയം എന്താ? അതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. എന്താ ഉറക്കം വരുന്നു. ഒരു ആൾക്ക് പോലും ഒരു പ്രോപ്പർ നല്ലൊരു ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അതാണ് പ്രശ്നം. നീ മിണ്ടരുത്. എന്താ പറയാ, നമുക്കൊരു പ്രോപ്പർ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അതാണപ്പോഴും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഒരു 125 കോടി എന്നൊക്കെ ഈ വന്നിരുന്ന മമ്മൂട്ടിക്കും മോഹൻലാലിന് ഇത്രയും പ്രായമുള്ള ആൾക്കാരൊക്കെ തള്ളുന്നതിനൊരു ഇത് വേണം. ബാക്കിലേക്ക് പോയി, നീ ബസിന്റെ ബാക്കിലേക്ക് സദ്യ അടക്കണ്ട. പടം വട്ടത്തിലും നീളത്തിലും പോയി. ഈ 125 കോടിക്കകത്ത് ഇതിനകത്ത് ഈ VFX ആണോ CG ആണോ അല്ലെന്നുണ്ടെങ്കിൽ ജെമിനി ആണെന്ന് ചെയ്തത്. ഇവൻ നമ്മൾ നാളെ എടുത്തോണേട്ടാ. കാര്യങ്ങൾ ഞാൻ ആരോ നോക്കി പറയും. അത് നല്ലതാ. ഒന്നുമില്ല പിന്നെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാലിനെ കൊണ്ടുവന്ന് തേച്ച് ആ ഒരു പരിപാടി. അല്ലാതെ ഇത് മമ്മൂട്ടി മോഹൻലാൽ സമ്പൂർണ്ണ ചിത്രമൊന്നും അല്ല. ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കല്ല് വെച്ചോണ പറയരുത്. ദിവസം ഒരു കാര്യം ചെയ്യാം. ഒന്നും കിട്ടും വന്നാട്ടെ. എന്തിന്? നമുക്കിപ്പോ തന്നെ പോയി സരസനോട് ചോദിക്കാലോ. അതിന്റെ ആവശ്യമില്ലാന്ന്. ആവശ്യമുണ്ട്. ഹായ് ഓൾ, ദിസ് ഇസ് കോക്ക്. ലാലേട്ടനുണ്ട്, ഫഹദുണ്ട്, കുഞ്ചാക്കുണ്ട്, നയൻതാരയുണ്ട്, അങ്ങനെ പോകുന്ന ലിസ്റ്റ്. വല്ല കാര്യണ്ടടാ, ഒരു കാര്യമില്ല. അതാണ് ഇവരുടെയൊക്കെ റെമ്യൂണറേഷൻ കൂടാതെ തന്നെ ടെക്നിക്കലി ടു ഗുഡ്. പക്ഷെ പടം എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ. അയ്യോ, എന്താ വയ്യേ, മഹേഷ് നാരായണ വയ്യേ. ഇയാൾക്ക് എന്താണ് വയ്യേ? ഇതിനകത്ത് കയ്യടി കിട്ടിയ ഒരു സീൻ എന്ന് പറഞ്ഞാൽ ഈ 3 മണിക്കൂർ പടത്തിനകത്ത് മാക്സിമം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 30 സെക്കൻഡ് കാണുമായിരിക്കും. ഇതാണ് അവസ്ഥ. ഇപ്പൊ ഏകദേശം ഇവിടുത്തെ ക്രമസമാധാനം മനസ്സിലായില്ലേ? അപ്പോൾ ആലോചിക്കാലോ, തിയേറ്റർ ഒന്ന് കൈ അടിച്ചത് എന്ന് പറയുന്ന ഒരു 30 സെക്കൻഡ് കാണുമായിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. ഞാൻ അപ്പളേ പറഞ്ഞതാ ഇത് തീക്കളിയാണെന്ന്. വേലി കിടക്കണ പാമ്പിനെടുത്ത് വേണ്ടാത്തടത്ത് വെച്ച പോലെയായി. ഡിസാസ്റ്ററായി പോയി, ദുരന്തമായി പോയി എന്ന് പറയായിരുന്നു. പിന്നെ ഏറ്റവും ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ലാലേട്ടനെ പറ്റിച്ചതാന്ന് എനിക്ക് തോന്നുന്നത്. பயங்கர மனசு சங்கடத்தில் இருக்கேன் சந்தோஷ். பயங்கர மனசு പറ്റിച്ചതാണ് എനിക്കറിയാം. മഹേഷ് ചതിച്ചതാ. മഹേഷിന്റെ പ്രതികാരം. എന്ന് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ, വേണ്ടായിരുന്നു. അതായത് ഒരു ഈ നിർഗുണ സിനിമയിലെ ഏറ്റവും നിർഗുണ ക്യാരക്ടർ. അല്ല, എനിക്ക് മനസ്സിലാകാണ്ട് ചോദിക്കണം. ഇവന്മാരുടെ തലക്കൊക്കെ പ്രാന്താണ്. ഇവിടെ താളത്തുള്ള നിങ്ങളുടെ തലക്കെന്താ വട്ടുണ്ട? നല്ല നനവുള്ള നിലമാണെന്ന് കരുതി ഇവരൊക്കെ ആവശ്യത്തിലധികം കുഴിക്കുക. ഇങ്ങനെ പോയാൽ തറവാട് പടുകുഴിയിലായി പോവും. ഫ്ലാഷ് ബാക്ക്. ലാൽജി, നമ്മുടെ പ്രേക്ഷകരോട് ഈ പേട്രിയോട്ട് സിനിമ വരാൻ പോവാണല്ലോ, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അങ്ങനെയുണ്ട് പ്രതീക്ഷകള്? ഒരു പ്രതീക്ഷയില്ല. അത് നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞു. ഇനി അത് വരട്ടെ, അത് തിയേറ്ററിൽ വരട്ടെ, ആൾക്കാർ കാണട്ടെ. Now it makes sense. ഞാൻ എന്റെ പ്രതീക്ഷയല്ല, ഞാൻ എന്റെ ജോലി കഴിഞ്ഞു അല്ലെ, അങ്ങനെയാണല്ലോ. അപ്പൊ പുരിയില്ല. ഇപ്പൊ പുരിയത് സാറേ, ഞാൻ എന്റെ ബ്രില്യൻസ് മുഴുവൻ ആ പടത്തിലേക്ക് കൊണ്ടുവന്നുണ്ട്. അതായത് എനിക്ക് അവസാനക്കായപ്പോഴേക്കും അയ്യോ, ഇതെന്തൊരു നിർഗുണ സിനിമയാണ്. അതായത് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ മോശം. നമ്മളൊരു സ്കെയിൽ ഇങ്ങനെ പോണ്ടേ, അതല്ലേ പടം. അതെ സാറേ, എന്റെ ബ്രില്യൻസിനനുസരിച്ചുള്ള പ്രേക്ഷകർ സിനിമയ്ക്ക് കയറിയില്ല എന്നുള്ളതാണ് വസ്തുത. എന്തൊക്കെയായിരുന്നു തള്ളു? മൈക്കൽ ജാക്സന്റെ ത്രില്ലർ വരും, കോപ്പ് വരും എന്നൊക്കെ പറഞ്ഞിട്ടും കണ്ണിയാ കുത്തിപ്പിടിക്കും. വെരി ഡിസപ്പോയിന്റിംഗ് ടൈറ്റ്. അത്രേ ഉള്ളൂ. വളരെ ഡിസപ്പോയിന്റഡ്. മഹേഷ് നാരായണ ആയതുകൊണ്ട് നേരത്തെ എനിക്ക് പേഴ്സണലി വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അവൻ അവിടെ ചെയ്തിട്ടൊന്നും ശരിയാൻ പോണെന്ന് എനിക്കറിയാം. ആ പ്രതീക്ഷയില്ലായ്മ അദ്ദേഹം അങ്ങനെ തന്നെ കാത്തിട്ടുണ്ട്. ഏത് ഗുളിയം കയറിയ സമയത്താണോ ഞാൻ ഈ സിനിമ എടുത്ത് തലേ വെച്ചത്? ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സാറ് ടെൻഷൻ ആവുന്നത്. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ബുദ്ധിപൂർവ്വം നീങ്ങിയാൽ നമുക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ട്. എങ്ങനെ?
ഇതിലാരാണ് ശരിക്കും ഹീറോ? അത് നിനക്കറിയില്ലേ? ഇല്ല. അത് നിനക്ക് ഇതേവരെ അറിയില്ലേ? ഇല്ലെന്നേ. ചാക്കോച്ചനോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു ചാക്കോച്ചനാണ് ഹീറോ. പാട്ട്, ഡാൻസ്, ഫൈറ്റ്, ഇപ്പൊ ഒരു ഡയലോഗ് ഒക്കെ ഉള്ള ആള് ചാക്കോച്ചനാ. തുപ്പാക്കിയ പുടിങ്ങ ശിവ. ഇനിയും ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഉസ്മാനെ രക്ഷപ്പെട്ടോ.